رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب صدق الله العلي المولى العظيم. الله سبحانه وتعالى ദുൽഖഅദ് ആഖിറയിൽ ഒന്നാകുന്നു. രണ്ടാമത്തെ നാൾ പ്രവേശിച്ച് ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹദിയ അല്ലെങ്കിൽ കൊടുക അല്ലെങ്കിൽ തഫള്ളുലു എന്നെല്ലാം ചൊല്ല അങ്ങനെയുള്ള മലകളെ അല്ലാഹു നമുക്ക് വേണ്ടത്ര സൗഭാഗ്യ നൽകിയോണ്ടുള്ള അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫാത്തിൽ കൊടുങ്ങാണ്ട് റാഹത്തിൽ അവൻ്റെ നിഅമത്തുകളെ മേനി സ്വീകരിച്ച് അതിന് ശുക്ർ ചെയ്ത നല്ല മനുഷ്യൻ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സന്മപിച്ച ത്യാഗോജ്വല ജീവനത്തെ പകൽ ഇഷാറത്താക്കിക്കൊണ്ടുള്ള ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടയ്ക്കിടെ ചില ദുആറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ പിന്നെ വന്ന എല്ലാ അമ്പിയാക്കന്മാരും ചിലങ്ങ് അതിനെ സ്പർശിക്കാണ്ട് മുന്നോട്ട് പോയ ചരിത്രമില്ല. സാന്ദർഭികമായ ചില ദുആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ മുന്നോട്ട് സമർപ്പിച്ചു. അത് മുഹമ്മദ് നബിക്ക് ഓർഡറാക്കി അല്ലാഹു അനിത്തബിഉ മില്ലത ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ ആ ദീൻ ആദർശത്തെ നബിയെ നിങ്ങളും ഇത്തിബാഅ് ചെയ്യണം, ഹൊന്തിച്ച് മുന്നോട്ട് പോകണം, ഹിംബാലിസം പിൻപറ്റണം. അത് മുഹമ്മദ് നബിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലെ ഓരോ ദുആ ഇടയ്ക്കിടെ ഞങ്ങളും പ്രാർത്ഥിക്കണം. അതൊന്നാമത് ഈ കാലഘട്ടത്തിൽ നമാസിനെ പകൽ മനുഷ്യന്മാരെ ജനക്കൂട്ട ഏതെങ്കിലും നമാസൈത്ത് പണ്ടി ബാധിക്കുള്ളൂ. നിസ്കാര പേരുക്കുള്ള നിസ്കാരമല്ല, ചിലപ്പോൾ ശരിത്ത് ഫർള് സുന്നത്ത് അബ്വാദ് ഹൈആത്ത് എല്ലാം നമുക്ക് പിടിക്കാം. അത് നിർവഹിക്കുന്ന രീതി ക്രമ ഭാരി ബുദ്ധിമുട്ട്. ഇവർക്ക് നബി ചൊല്ലിച്ചു, നിസ്കാരത്തെ കക്കരങ്ങാവാത്തീരാണ്. സഹീഹ് മുസ്ലിമിലെ ഹദീസ്, കൈഫ യസ്റുഖുൽ മുസല്ലി അസ്സലാത്ത. ഒരു നിസ്കരിക്കുന്ന മുസല്ലി നിസ്കാരത്തെ എങ്ങനെ കക്കരയെന്ന് കേട്ടപ്പോൾ അതാണ് റസൂലുള്ളാഹി ചൊല്ലിച്ചു, വഹുവ ലാ യതിമ്മു റുകൂഅ വലാ യതിമ്മു സുജൂദ. റുകൂഉ സുജൂദിനെ പൂർത്തിയാക്കാത്ത നിസ്കാരം അത് കക്കൽ എന്നുള്ള ഭാഷയിൽ അല്ലാഹു റസൂൽ ഈ ഉദാസീനർക്കുള്ള ഒരു പെരുമാറ്റാതെ കാമ്പു ചോറുണ്ടല്ലേ അല്ലേ, ഉദാസീനമായ അങ്ങനെ പലർക്കുണ്ട്. കല്ലത്തനാക്കൽ പണിയിൽ ഉദാസീനത്തില്ല. അൻ യസ്റുഖു സലാ ലം യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ. സുജൂദും റുകൂഉം പൂർത്തിയാക്കാത്ത നിസ്കാരം കാത്തുക. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാത്ത വത്തബിഉ ശഹവാത്തി ഫസയൽഖൗന ഗയ്യ. കാലാന്തരത്തിൽ നിസ്കരിച്ച ഒരു വിഭാഗം ഇങ്ങനെ തലമാറി ഇങ്ങനെ വന്നെങ്കിലും നിസ്കാരത്തെ നിസ്കരിക്കില്ല എന്ന അർത്ഥത്തില്ല. സൂറത്ത് മറിയമും അല്ലാഹു സ്വലാത്ത നിസ്കാരത്തെ വേണ്ടത്ര മട്ടിലങ്ങാക്കില്ല, വേസ്റ്റ്. അല്ലാഹു സ്വലാത്ത വത്തബിഉ ശഹവാത്തി, ശഹവാത്തിലെ തടീച്ചകളെ അങ്ങ് ഭയപ്പെട്ടണം. അത് പാരിഷ, അത് എത്ര കിട്ടുന്നു വേണം. ഒരേ നാൾ 5 ദാവത്ത് 5 ജാഗയിൽ 5 വട്ട 5 ക്രമ പോലെ ചോറ് റെഡി ഉണ്ടെങ്കിലും കൂടെ ഫർദ് നിസ്കാരത്തെ പൂർത്തിയാക്കുക റെഡിയില്ല. മാത്രമല്ല
അതിന്റെ പിറവുള്ള സുന്നത്ത് പോലും അങ്ങനെ നിർവഹിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു ദുആ റബ്ബി ജഅൽനി മുഖീമസ്സലാ, റബ്ബി നന്റെ പ്രഭു യജമാന ഇജ്അൽനി നന്റെ നീ ആക്കും മുഖീമസ്സലാ, നിസ്കാരത്തെ സമസ്ഥാപിക്കുന്ന ഗ്രൂപ്പുകൾ നന്റെ നീ പെടുത്തു. ഒരു നബി ചൊല്ലുമ്പോൾ നിസ്കരിക്കാത്ത ആളാ നിസ്കരിക്കുന്ന ആളാ, മുട്ടുകൂട്ട് നിസ്കരിക്കുന്ന ആളാ അല്ല. ഒരു നബി ചൊല്ലുമ്പോൾ അതിനെ കറക്റ്റ് ടൈമിൽ നിർവഹിക്കുക. റബ്ബി ജഅൽനി നന്റെ നീ ആക്ക്, ഒരാവാത്തവന്റെ ദുആ പോലെ. റബ്ബി ജഅൽനി നന്റെ നീ ആക്ക് മുഖീമസ്സലാ, നിസ്കാരത്തിൽ ഇഖാമത്ത്. നമ്മൾ ബാക്കിയെല്ലാം ഇഖാമത്ത് ദുആക്കണം, നിസ്കാരത്തെ ഇഖാമത്ത് ആക്കിയെങ്കിലേ ബാക്കിയെല്ലാ ദീനും നമ്മുടെ ആദർശം ഇഖാമത്താണ്. അതുകൊണ്ട് റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി, നാം മാത്രമല്ല യജമാനൻ നിസ്കരിച്ചുകൊണ്ടുണ്ട്. യജമാനെ സംബന്ധപ്പെട്ട് മുഖറബായ വഅൻദിർ അശീലതകൽ അഖ്റബീൻ എന്ന ഗ്രൂപ്പ് അതിലില്ല. അതുകൊണ്ട് അതിലില്ലെങ്കിൽ അതുകൊണ്ട് അവർ അമ്പിയാക്കന്മാർ എല്ലാവരും ദ്വാരക്കുമ്പോൾ വലഭാഗത്തുള്ള തൻ്റെ വൈഫും ഇടഭാഗത്തുള്ള തൻ്റെ മക്കളും എതിരുള്ള കുടുംബത്തെയും ബാക്കിയുള്ള ദൂരത്തെ കുടുംബത്തെ എല്ലാം ചുറ്റും കൗട്ടുംബിക ജീവനത്തെ മറക്കാണ്ട് എല്ലാം നിലക്കും ദ്വാരുന്നത്. റബ്ബി ഇജ്അൽനി നന്റെ നീ ആക്ക് മുഖീമസ്സലാ, നിസ്കാരത്തെ നിലനിപ്പാട്ടണമാണ്. എന്നെ മാത്രമല്ല വമിൻ ദുർരിയത്തി, സന്താന പരമ്പര. ഈ ദുആ പിന്നൊരു അർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ കെട്ടിയോടെ ദുആ നടത്തി. കഅബ കെട്ടിയത് ഓപ്പന്റെ നാലില് ഒരു ദുആ നടന്നപ്പോ അവിടെ ചൊല്ലു, നന്റെ നീ നല്ലൊരു മുസ്ലിമാണ്. റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബി നന്റെ നീ ആക്ക് മുസ്ലിമാണ്. മുസ്ലിമത്തല്ലക വമിൻ ദുർരിയത്തി, നന്റെ ദിക്കുള്ള നല്ല അനുസരണ ഉള്ളു. അനുസരണ ചൊല്ലുമ്പോൾ കൈക്കാൽ മാത്രമല്ല, നിന്റെ ബ്രെയിൻ മുതൽ അടിവരെയുള്ള എല്ലാ അവയവങ്ങളും ദിക്ക് സമർപ്പിക്കും പോലെ ഇസ്ലാമിയത്ത്. അത് ലാഹിറിലൊന്ന് പരിപാടിയത് ഇത് ಅಂದ್ರೆ ಅಲ್ ಮುಸ್ಲಿಂ ಮನ್ ಸಲಿಮಲ್ ಮುಸ್ಲಿಮೂನ ಮಿನ್ ಲಿಸಾನಿ ವ ಯದಿ ಅರ್ಥವೇನು ಐಡೆಂಟಿಫಿಕೇಶನ್ ಗುರುತಿಸಿದ್ದಾನೆ. ಮುಸ್ಲಿಮಾನ್ ಮನ್ ಸಲಿಮಲ್ ಮುಸ್ಲಿಮೂನ್, മുസ്ലിം സമാജത്തിലെ അവൻ്റെ എന്ത് ഉപകാരം കിട്ടും, അവൻ്റെ നാവും അവൻ്റെ കൈക്കാലും പിന്നെ ഒരാളെ ഉപദ്രവിച്ച ചരിത്രം മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു മുസ്ലിമുക്കും അർത്ഥ കേവല ജാതിയായ മുസ്ലിമല്ല, സർവ്വലോക മനുഷ്യർക്ക്. എന്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നാസ് വിളിച്ച അന്നാസ് ഒട്ടിക്ക് അള്ളാഹു വലിയ വിളിച്ച യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യൻ. അതിൽ പ്രത്യേക ഒരു തർബീയത്തിന് ഗ്രൂപ്പുമാണ് മുസ്ലിം. അങ്ങനെ തർബീയത്തിൽ തന്നെ സമായെങ്കിൽ ഇത്തര അന്നാസ് സമാവും. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ജാഗിയിൽ ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിച്ച. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ നടത്തി, നിന്റെ മുസ്ലിമാക്ക്, നിന്റെ മോന്റെ മുസ്ലിമാക്ക്, നിന്റെ പേരോട് വലിയൊരു സന്താന പരമ്പര പണ്ട് ഒരു ദുർരിയത്തി, അങ്ങനെ നീ എന്താക്ക് നല്ല മുസ്ലിമാക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെഞ്ഞിനെ കൂട്ടിയോ വന്നിട്ട് ഒരു കണിവെ ഒരു കുട്ടിനെ ഒരു സൈഡിൽ നിപ്പാട്ടി ദുആ നടത്തി. അതല്ല, അത് തൻ്റെ ആരെ കൊണ്ട് സാധ്യമല്ല. ഏത് വാഴ്, ഏത് ഭാഷണം, ഏത് ബുക്ക് എഴുതിയാലും അത്തരം ഒരു സരിസാറ്റിയായി കമ്പയറായി അങ്ങനെ പോലെ എന്നുള്ളത് പോലും സാധിക്കാത്ത ഒരു നിലവാരം അമ്പ്യാക്കണം. നമുക്ക് ഒരു നമൂനായി, നമുക്കൊരു പിന്നെ ഇംബാലിഷനുള്ള ഒരു ഉസ്വത്തുൻ ഹസനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കണ്ടു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ കിടാവിന് പകലും പെഞ്ഞായിരം പകരം പലക്കാരെ വെച്ചുകൊണ്ട് ദുആ എടുക്കുമ്പോൾ റബ്ബനാ ലിയുഖീമുസ്സലാ,
ഞാൻ വീട്ടിൽ വിട്ടുവന്ന എൻ്റെ പെണ്ണിയും എൻ്റെ കിടാവും വിജന പ്രദേശം, ആളില്ലാത്ത ജാഗ, ഒരാളില്ല. നിരക്കല്ലുണ്ടല്ല, ആ ജാഗയിലേ ആളില്ല. പിന്നെ കൃഷി എന്നുണ്ട, അതും ഇല്ല. ആ ജാഗയിൽ വിട്ടുവന്നത്. മൂന്നാമത് റബ്ബന ലിയുഖീമു സ്സലാത്ത, നിസ്കരിക്കില്ല. നമുക്കെല്ലാം ആക്കണമുണ്ട്. അള്ളാഹ് സുബ്ഹാനഹു ശുക്ർ ചെയ്യുമ്പോൾ, നിഅമ ചെയ്യുമ്പോൾ കാലിയാവാക്കിയ മനുഷ്യ. അത് നിസ്കാരത്തെ ഈ 5 ഇസ്ലാമിന് സ്തംഭത്തിൽ വലിയൊരു സ്തംഭം നമാസ് എന്നുള്ളത്. അതുകൊണ്ട് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ റബ്ബനാ ലിയുഖീമു സ്സലാത്ത, അങ്ങനെ നിസ്കരിക്കുക. ഫജഅൽ അഫ്ഇദത്തൻ മിനന്നാസ് തഹ്വി ഇലൈഹിം, മാനവ ലോകത്തെ മനസ്സിന് നീ ഓടി തിരിച്ചു കൊടുക്കണം. ഇസ്ലാമാവുന്നോണ്ടർത്ഥം, അതിന് ദഅവത്ത് കിട്ടണമെന്നർത്ഥം. എന്നാലും ഇവിടെ പറഞ്ഞു ഇത് കേന്ദ്ര ഏത് മർക്കസ് കാബ ഓടിന് ലോകം എത്തും. ഒരു സംസ്കാരമില്ലാത്ത അറബന്മാരെ മക്കളെ ഇസ്ലാമായിട്ട് നല്ല കഴിച്ച് ഔലിയായിട്ട് മുത്തക്കഴിച്ച് ഈ കാബത്തൊക്കെ എത്തുന്നു. അപ്പോൾ ചോദിച്ചു ഒരു ഇബ്രാഹിം നബി ഇതിന് മറക്കരുത് സന്താനത്തെ. പിന്നെ ചില റബ്ബന തഖബ്ബൽതു, ഏതൊരു മനുഷ്യൻ ദുആ എടുക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചെയ്യുമ്പോൾ എന്ത് ചൊല്ലണം? റബ്ബന തഖബ്ബൽതു, നിന്റെ റബ്ബ നീ കബൂല, നിന്റെ ദുആ നീ കബൂല. ഞങ്ങൾ വിചാരിക്കരുത് ഞാൻ നിസ്കരിച്ച, ഞാൻ ഖുർആൻ ഓതിയ എല്ലാം അക്സെപ്റ്റ് ആയിരിക്കാണ്. കാബ കെട്ടിയോടും റബ്ബന തഖബ്ബൽ ദുആ ഉണ്ട്. ഊടെയും ദുആഇന് കാൽ ദുആഇന് അതിനെ ബെക്കറി സ്റ്റോപ്പ് ആക്കിയത് റബ്ബന വതഖബ്ബൽ ദുആ, നിന്റെ ദുആ നീ നക്കെന്താക്കണം? കബൂൽ. പിന്നെ ചില റബ്ബന ഗഫിർലി, നക്ക് നീ മാഫാക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുഹമ്മദിന്റെ കൽപ്പന ഉണ്ട്, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗ പിൻപറ്റുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആര്? ഖലീലുർ റഹ്മാൻ. മുഹമ്മദ് നബിയും ആര്? ഇത് ഖലീലുള്ള. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഖലീലുള്ള. ഇബ്രാഹിം നബി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുർ റഹ്മാൻ. പിന്നീട് ഗസലി വെച്ചാൽ ഖലീലുർ റഹ്മാൻ നബിക്കും പേര് ഖലീലുള്ള ചൊല്ലുന്ന പ്രത്യേക പേര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹ് സെലക്ഷൻ ആക്കിയ നിന്റെ ക്ലോസ് ഫ്രണ്ട്, നിന്റെ ആത്മമിത്രു, നിന്റെ ഒലവിനെ ഗലയ, എല്ലാ ജാഗയും പരീക്ഷിച്ച് എന്റെ ഒരാൾക്ക് സുല്ലത്ത് എന്നുള്ള ആപ്തുമിത്രുത്താണ് കിട്ടുന്നത്. എല്ലാ ജാഗയും എല്ലാ കഷ്ടത്തിലും എല്ലാ പരിശ്രമത്തിലും വിജയിച്ച ഒരാൾ ഖലീൽ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഖലീലാകുമ്പോൾ ഇബ്രാഹിം നബിയുടെ മക്ക നബിമാരും ഇബ്രാഹിം നബിയുടെ പുണ്യമാർ അമ്പിയാക്കന്മാർ. അങ്ങനെ നുബുവത്തും കൊടുത്ത കിതാബ് കൊടുത്തത്. അതുകൊണ്ട് ഖലീലുള്ള ഒരു ഹബീബുർ റഹ്മാൻ. മുഹമ്മദ് കുടുംബാറ് നബിയിട്ടില്ല, വ്യത്യാസമുണ്ട്. അയാൾ കുടുംബം മാത്രമല്ല, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ് എല്ലാ ഗ്രൂപ്പിൽ വന്ന എല്ലാ നിയമം. അതൊരു അജബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡറാക്കി അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നീ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്താക്കിയതുപോലെ നബിക്കും നബിയുടെ അഹൽക്കാർക്കും നീ ബർക്കത്താക്കണം. ഞങ്ങൾ സാധാരണ ബർക്കത്ത് മുഹമ്മദ് നബിന്റെ മേലിൽ അല്ല, മുഹമ്മദ് നബിക്ക് അള്ളാഹു അപ്പുറത്ത് കൊടുക്കാറില്ല. അപ്പൊ ഇബ്രാഹിമിന്റെ സ്ഥാനമാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഒരു ദോഷത്തും നെയ്യാക്കാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തത്തിൽ മഗ്ഫിറത്തിന് ദുആ ചെയ്തു. റബ്ബന ഗഫിർലി, നക്ക് നീ മാഫാക്കണം. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം അപ്പത്തും ജാവത്തും മറക്കാത്ത, പിന്നെ ഉമ്മ ഫസ്റ്റിಗೆ മുಸ್ಲಿಮೇ,
അതുകൊണ്ട് ഉമ്മക്ക് മാത്രം ദുവ ഇവിടെ കാണും. അപ്പരെ ദൈവത്തെ മറക്കാതെ, അയൽക്കാരെ മറക്കാതെ, സർക്കാരത്തെ മറക്കാതെ, സമാജത്തെ മറക്കാതെ, ലോകത്തെ കണ്ട മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ദീനത്ത് വാടി കൊടുത്ത് വീണ്ടും കാണാം. റബ്ബനാ ഗഫിർ നഖ്ലി മാഫാഖ്. ഒരു വാലിദയ്യ, ഒരു വാലിദൈനില്ല, ഒരു വാലിദയ്യ. അത് എല്ലാവരുടെ തഫ്സീറിലുള്ള ഉമ്മക്കുള്ള ദുആ. കാരണം അബ്ബ കാഫിരായതുകൊണ്ട്, കാഫിരായ വ്യക്തമായ കാഫിരായെങ്കിൽ ദുആ കണ്ടാണ്ട് ഖുർആൻ വന്നു വ്യക്തമായ അബൂലഹബിനെ പോലെ, അബൂജഹലിനെ പോലെ വ്യക്തമായ താല്പര്യം. നിങ്ങൾ ഡിക്ഷണറിയുള്ള കാഫിർ മുഷ്രിക്കാണ്, അതിന് പറയുന്നു, അതിന് എപ്പോൾ ദുആ. അത് നിങ്ങൾ ഡിക്ഷണറിയുള്ള മുസ്ലിം, അള്ളാഹ് ഡിക്ഷണറി ഇതുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യാസമാക്കി. ഇവരുടെ സൂറത്ത് തൗബ 113 ആയത്തിൽ ചെന്ന ആരെ ശിർക്കാക്കിയെങ്കിൽ അങ്ങ് നിങ്ങൾ ദ്വാരക്കണ്ട. ആ ശിർക്കാക്കിയവനും എൻ്റെ അദാബ് ഗുരിയയിലാണ് ഞാൻ അറിയിക്കുന്നത് നിങ്ങൾക്ക്, അപ്പം മാത്രം ദ്വാരക്കണ്ട. സൂറത്ത് തൗബ 113 ആയത്താണ് അറിയിച്ച. അബൂലഹബും അബൂജഹലിൽ വന്ന് അതേ ശിർക്കിന് ആയത്ത് എനിക്ക് നിങ്ങൾ വെച്ച് കൊടുക്കും, തീരാട്ടുണ്ടെന്ന് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ജാഗ്രത. ഇസ്ലാം സമയത്തുള്ളങ്ങളെ പെട്ടെന്നുള്ള മുഷ്രിക്കാക്കണ്ട, കാഫിരാക്കണ്ട. അങ്ങനെ ഓൾറെഡി കാഫിരായ ബിംബ പൂർണ്ണ ആഖിറത്തെ നിഷേധിച്ചാണ്. ഇന്നത്തെ ബാരി ഗ്രൂപ്പുള്ള ചില ഈമാൻ കുറഞ്ഞ ആഖിറത്തെ നിഷേധിച്ചല്ല, നബിയെ ചമ്മ മുഹബത്ത് വെച്ചാൽ അതോട് റൂട്ട് തപ്പേന്. അത്ര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത. റബ്ബനാ ഗഫിർ ലീ വലിവാലിദയ്യ വലിൽമുഅ്മിനീൻ. എല്ലാ മുഅ്മിനീക്കും നീ മാഫാക്ക്. യൗമ യഖൂമുൽ ഹിസാബ്, ഹിസാബ് നിലനിൽക്കുന്ന നാല് ബണ്ട്. ഇപ്പോൾ ഹാസിബു ഖബ്ലൻ തുഹാസബു, ആ നാല് ബണ്ട് മുഴുവൻ നീ എല്ലാവർക്കും നീ മാഫാക്ക്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതിനെ വെച്ച് ദുആ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും ഖൈറാക്കട്ടെ. ഞങ്ങളുടെ ദുൽഹജ്ജ് ബാലാസ 1, മക്കത്ത് പൊതുനാസ 1, ഇവിടെ ബാലാസ 1. അതുകൊണ്ട് ബാലാസ 8, വെല്ലാസ 2 വരുമ്പോൾ അറഫത്തിന് 4 അണ്ട് ഞങ്ങൾക്ക് നോമ്പ് സുന്നത്തുണ്ട്. ഹജ്ജിക്ക് ഏർപ്പെടാത്ത എല്ലാ മുസ്ലിമുക്കും രണ്ട് നോമ്പ് നല്ല ശക്തമായ നോമ്പ്, അറഫറ നോമ്പ്.